എന്തുവാടാ ഈ വിളി പറയുന്നേ? എന്താ സംഗതി? എന്തുവാ എന്തോ പറഞ്ഞത് എനിക്കറിയത്തില്ലോ. ഒന്നും പറഞ്ഞില്ല, അമ്മ ഒന്നും കേട്ടിട്ടില്ല. അയ്യോ എടാ, ഓനെ സുരഭിയും മുത്തോണനും നിനക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു, കുറെ നേരം നിൽക്കുന്നു. ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാം. പിന്നെ പറയാ, നീ ചെല്ലടാ, നീ ചെല്ല്. അയ്യോ നിന്റെ ഭാര്യ അടുത്ത് പോയി കാണും. നീ എന്താണ് ഇപ്പൊ കാണിച്ചേ? അവൻ കറക്റ്റ് സമയത്ത് വന്നതല്ലേ, നമുക്ക് അവനോട് നേരിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ടല്ലോ. പാടില്ല, സുരഭി വരും. സുരഭി വരുമ്പോ അവളോട് ചോദിക്കണം. അതുവരെ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഞാനിട്ട് അമ്മയോടൊന്നും പറഞ്ഞിട്ടുമില്ല. എന്റെ പൊന്നു ലക്ഷ്മി, എന്റെ തല പെരുക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, എന്തെങ്കിലും പറയാനെന്നും പറഞ്ഞ് വന്നാൽ ഒന്നുമില്ലെങ്കിൽ ആ കാര്യം മുഴുവൻ വ്യക്തമായിട്ടും തെളിച്ചും പറയുക, ഇല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക. എന്താ ഇത് അവിടെ എവിടെ തൊടാതിങ്ങനെ? അമ്മ പിണങ്ങല്ലേ, ഞാൻ പറയാം. പറ. അത് സുരഭിയും പ്രതീഷും കൂടെ ഉണ്ടല്ലോ, ഒരു മൊബൈൽ ഫോണിന്റെ കട തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. പ്രതീഷ് പാവം അനിയും കുട്ടൻ, അവൻ അമ്മയോട് പറയണമെന്നുണ്ട്. പക്ഷെ സുരഭി അങ്ങനല്ല, അവക്ക് ഇതാരോടും പറയണ്ടെന്നാണ് പ്ലാൻ, പ്രത്യേകിച്ച് അമ്മയുടെ അടുത്ത്. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ അവരെത്ര ദൂരം പോകില്ല, അത് നമുക്കറിയാം. പക്ഷെ എന്നാലും അവൾ അമ്മയോട് പറയണ്ടേ. ഇനി വേറെന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇങ്ങനെ ചുറ്റി വളച്ച് അമ്മയുടെ മുമ്പിലോട്ട് വരും. അമ്മേ, സുരഭിക്ക് നല്ലപോലെ അറിയാം അമ്മേനെ എങ്ങനെ പറ്റിക്കണമെന്നുള്ളത്. അവള് ശരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടമ്മേ. എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അമ്മ ആലോചിച്ചും കണ്ടൊക്കെ തീരുമാനം എടുക്കുക. ഏടാകൂടാണേ, അമ്മ ശരിക്കും ആലോചിക്കണേ. പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, അമ്മയൊന്നും അറിഞ്ഞിട്ടുമില്ല. ശരി, അതൊക്കെ നോക്കാം. അവളെ ഞാൻ വരട്ടെ. ശരി. ദൈവമേ, കഞ്ഞി കുടിച്ചില്ലേലും അയൽവക്കത്ത് കഞ്ഞി ഉണ്ടാക്കല്ലേ എന്നുള്ളതേ ഉള്ളൂ ചിന്ത. ഒരു കാര്യം എനിക്ക് ഷുവറാ, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഉണ്ടല്ലോ, ഇതിൽ ഞാൻ കേറും. അത് മാത്രമല്ല, അണ്ണൻ നോക്കിക്കോ, ഈ സിറ്റിയില്, ട്രിവാൻഡ്രം സിറ്റിയില് പേരറിയുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് ഞാൻ വളരും. എത്ര നാളെടുക്കും? അത് മുന്നോട്ടൊരു 6 മാസത്തിനുള്ളിൽ എന്താണേലും പക്കായിരിക്കും. കൊള്ളാം. 6 മാസം കഴിഞ്ഞുള്ള കാര്യത്തിലാണ് കോലി സർബത്ത് കുടിച്ചോണ്ടിരുന്നത് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്നാ നമ്മുടെ പോങ്ങുമ്പോട് അപ്പുറത്തൊരു ഇതുണ്ട്, ഒരു ടൗൺ ഉണ്ടല്ലോ, ശ്രീകാര്യം ജംഗ്ഷന്റെ തൊട്ടടുത്ത് തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, 3 നില ബിൽഡിംഗ്. അല്ല, ജംഗ്ഷൻ ആകുമ്പോൾ 3ഉം 4ഉം നില കെട്ടിടം കാണും. അതിലിവിടെ ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗിൽ ഏറ്റവും താഴത്ത് ഒരു ഷോപ്പ് റെന്റിന് കൊടുക്കാൻ വേണ്ടി ഉണ്ട്. അത് എടുക്കാനാണ് പ്ലാൻ. കാരണം അതാവുമ്പോ ഗ്രൗണ്ട് പാർക്കിംഗ് ഫെസിലിറ്റിയും കിട്ടും. അത് അപ്പം അഹമ്മദ് സാഹിബിന്റെ ബിൽഡിംഗ് അറിയാവുന്നതാണോ? എന്നിട്ട് അപ്പൊ അതാണ് നോക്കി വെച്ചിരിക്കുന്നത് എടുക്കാൻ വേണ്ടിട്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നീക്കണം. അല്ല, ഇനിയിപ്പം വേറെ കേസുണ്ട്. ഇനിയാണ് കാര്യങ്ങൾ. വാടക ചീട്ട് എഴുതണം. വാടക ചീട്ടിൽ അടുത്ത മാസം ഇത്ര രൂപയാണ് വാടക എഴുതണം. ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ അതിന് മുന്നേ അഡ്വാൻസ് കൊടുക്കണ്ടേ? അത് കൊടുക്കണം. അഡ്വാൻസ് കൊടുക്കണം. ഇപ്പൊ തന്നെ ഇന്റീരിയറിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നീ ഇങ്ങനെ ഓരോന്ന് ടെൻഷൻ ആക്കല്ലേ? ഇല്ല, ഞാൻ ടെൻഷൻ അടിക്കണ്ട. അല്ല, ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യണം അത് പറ. അണ്ണൻ ഒന്നും ചെയ്യണ്ട, അണ്ണൻ എന്റെ കൂടെ നിന്നാ മതി. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഒരു കാര്യം ചെയ്യാം സുരഭി, ഇയാള് പോയിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കും കാര്യങ്ങളൊക്കെ. അല്ല, അണ്ണൻ സംസാരിക്കാനില്ല, നല്ലതാണ്. എന്റെ അമ്മയില്ലേ, അപ്പൊ അണ്ണൻ തന്നെ സംസാരിക്കണം. ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഏട്ടത്തെ അമ്മയൊക്കെ വേറെ എന്തോ ഡിസ്കഷൻ. മാത്രമല്ല, ഞാൻ ആലോചിച്ച് നോക്കിയപ്പം സുരഭി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ബെസ്റ്റ് എന്ന്. അപ്പൊ പിന്നെ നമുക്ക് ഇറങ്ങി ബാക്കി കാര്യങ്ങൾ നോക്കിയാലോ? ഞങ്ങൾ നോക്കാം. ഇവിടെ കൊച്ചമ്മേനെ എങ്ങനെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടാ. ഇതെങ്ങനെ അടിച്ചിടാം. ഇങ്ങോട്ട് ഇതിപ്പോ സായിപ്പ് അവിടെ കാണുമോ? വിളിച്ചു കഴിഞ്ഞാ നോക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.